is Lockdown Talk. ഇപ്പൊ ഞാൻ വിളിച്ചിരിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടിമാമ നിങ്ങളൊക്കെ ഞെട്ടിമാമ ആയിപ്പോവും അതുപോലത്തെ ഒരാളാണ്. We have the one and only, the handsome, the smart, the dancer എല്ലാം ആയ Neeraj Madhav in the house. Let's put our hands together for Neeraj. Hello. What's up Neeraj? How are you? What's happening? Tell me everything about it. കുഴപ്പമില്ലാതിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങൾ ഫാമിലീൻ്റെ കൂടെയാണ്. Okay. ആ ഒരു രീതിയിൽ ഹാപ്പിയാണ്. എല്ലാവരും ഒരുമിച്ച് ഇത്രയും നാൾ ഇതുവരെ സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കാലിക്കറ്റിൽ ഞങ്ങളുടെ വീട്ടിലുള്ളത്. അച്ഛൻ, അമ്മ, അനിയൻ, ദീപ്തി, ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. സോ അതർവൈസ് എന്താ പറയുക, നമ്മളെല്ലാവരും സ്റ്റക്കാണല്ലോ. അപ്പോൾ ട്രൈങ് ടു മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. സോ നീരജ്, നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാവരും പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് നീരജ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജംഗിൾ സ്പീക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു പ്രതിഹാസം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിടത്തോളം ജംഗിൾ സ്പീക്സ് ഇസ് വെരി വൈറൽ. എല്ലാവരും അത് ഒരേപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ക്രിയേറ്റീവ്. സോ ഐ വാണ്ട് ടു നോ ഇത് ആരാണ് തുടങ്ങിയത്. ഓൾസോ മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്, ഐ ലവ് സുലൈമാൻ, സുപ്രൻ സൂപ്പറാണ്, പിന്നെ നമ്മുടെ ബോബി ഉണ്ട്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ടെൽ മീ ഓൾ അബൌട്ട് ദീസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഹൗ ഡിഡ് ജംഗിൾ സ്പീക്സ് ഹാപ്പൻ. ഓക്കെ, സോ ബേസിക്കലി ഹൗ ദിസ് ഓൾ സ്റ്റാർട്ടഡ്. ഞാനൊരു ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ജോണറിൻ്റെ ഒരു വലിയൊരു ഫാനായിരുന്നു, ഒരു ആവിഡ് ഫോളോവർ ആയിരുന്നു. മലയാളത്തിൽ റാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഡിസ്കവർ ചെയ്തത് RZ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, RZ പർപ്പിൾ ഹേസ് എന്ന് പറഞ്ഞ്. അദ്ദേഹം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്താ പറയുക, മലയാളത്തിൽ റാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഞാൻ അയാളെ കണ്ടിട്ടാണ് ഇത് കൊള്ളാലോ പരിപാടി എന്ന് തോന്നുന്നു. ഓൾസോ സ്ട്രീറ്റ് അക്കാഡമിക്സിനെയും പറയണം, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു റാപ്പ് സോങ് അവരുടെയാണ്. അപ്പോൾ ഈ ഒരു RZൻ്റെ പാട്ടുകൾ, RZയായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ. ലവകുശ എന്ന് പറഞ്ഞ പടത്തിലെ ടൈറ്റിൽ ട്രാക്ക് RZ ആണ് ചെയ്തത്. ബട്ട് ഞാൻ ഇത് പാടി നടക്കാറുണ്ടെന്നല്ലാതെ ഞാൻ എഴുതാൻ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ നെവർ തോട്ട് ഐ കുഡ് റൈറ്റ് എ റാപ്പ് സോങ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ലോക്ക്ഡൗൺ ഡേയ്സിൽ ഇതെങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ് പറഞ്ഞത്. ഈ ലോക്ക്ഡൗൺ ഡേയ്സിൽ ഞാൻ വീട്ടിലിരുന്നിട്ട് ഇനീഷ്യൽ ഒരു 10-15 ദിവസം ഭയങ്കര അലമ്പായിരുന്നു, ഒന്നും നടന്നില്ല. ആദ്യം കുറച്ച് ടിക്ടോക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കി, പക്ഷേ മടുത്തു. ഇനിയിപ്പോൾ ടിക്ടോക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, റോസ്റ്റ് ചെയ്ത് കൊന്നു കളയും. അത് വർക്കൗട്ടായില്ല. പിന്നെ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന മ്യൂസിക് ഹിപ്പ് ഹോപ്പാണ്. ഒരു ദിവസം ഞാൻ ഒരു യൂട്യൂബിൽ നിന്ന് ഒരു റാൻഡം ബീറ്റ് എടുത്ത് പ്ലേ ചെയ്തിട്ട് ലെറ്റ് മീ റൈറ്റ് സംതിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് ആക്ച്വലി ഒരു 1.5 മണിക്കൂറിൽ ഒറ്റ ഫ്ലോയിൽ ഞാനൊരു പാട്ട് എഴുതിയെന്ന് പറയാം. അങ്ങനെ ഞാനത് അപ്ലോഡ് ചെയ്തു, വെറുതെ അപ്ലോഡ് ചെയ്തു. ദാറ്റ് ഐ ഗോട്ട് ഭയങ്കര ഒരു ഓവർവെൽമിങ് റെസ്പോൺസ് ആയിരുന്നു. ആൾക്കാർ എടോ ഇത് അടിപൊളി പരിപാടിയാണ്, ഇത് തുടരണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു. ബട്ട് ദിസ് ഹാപ്പൻ വെൻ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കുറേ മൃഗങ്ങൾ നമ്മുടെ ഈ സിറ്റിയിൽ ഇറങ്ങുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് കണ്ടിരുന്നല്ലോ. അതിനകത്ത് ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തു. നമുക്കൊക്കെ അറിയുന്ന മൂന്നാറിൽ പടയപ്പ എന്ന് പറയുന്ന ഒരു കാട്ടുകൊമ്പൻ മച്ചാൻ ഇറങ്ങിയിട്ട് വെറുതെ സിറ്റിയിലൊക്കെ ഇറങ്ങി മൃഗങ്ങളുടെ പെർസ്പെക്റ്റീവിൽ മനുഷ്യരെ പറ്റി ചിന്തിക്കുന്ന ആ ഒരു തോട്ട് എന്തായിരിക്കും എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ഞാൻ പടയപ്പ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പറ്റി എഴുതി തുടങ്ങി. ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സ് മൈൻഡിൽ ഇങ്ങനെ ഫോം ചെയ്തു. അങ്ങനെ സുപ്രൻ പിറന്നു. എന്റെ പേര് സുപ്രൻ, കാട്ടുപന്നിയാണ് ഉഗ്രൻ, എന്റെ മുക്ര കേട്ട് വിരണ്ടോ ഞാൻ ആക്രമിക്കും ക്ഷിപ്രം. പന്നി പടക്കമെറിയാൻ വെക്കം, നിന്റെ കൈ ധരിക്കും ഇപ്പൊ, അതിന് വെച്ച വെള്ളം വാങ്ങി ഇപ്പൊ ചന്തകാലിയാണ്. ബോബി എന്ന് പറയുന്ന മഞ്ഞച്ചേര. എന്റെ പേര് ബോബി, നിലത്തിഴയല്ല ഹോബി, തല്ലി കൊല്ലലട ദ്രോഹി, മഞ്ഞച്ചെരയാണ് പാപ്പി. എനിക്ക് വിഷമില്ല, മണ്ണമില്ല, മതമില്ല, കഥയില്ല, വിശപ്പിനോ അറുതിയില്ല, എവിടെയും പൊറുതിയില്ല. എഴുത്തച്ഛൻ പാടിയ പാട്ടിന്റെ വരിയിലെ ചക്ഷുശ്രവണ കളസ്ഥമാം ദർദുരം എവിടെ. സുലൈമാൻ എന്ന് പറയുന്ന കൊരങ്ങൻ. എന്റെ പേര് സുലൈമാൻ, ഈ ചുരത്തിലെ ഹനുമാൻ, വനരകുലം ഞാൻ, വലില്ല കവി ഞാൻ. ഓ ഡോണ്ട് തിങ്ക് ഐ ആം എ ഞാനൊരു മങ്കി ഐ ഹാഡ് എ ടെയിൽ. എന്റെ കഥ ഞാൻ ഇപ്പോ പറയാം, ലിസൺ ടു മൈ. ഒരു ക്യാരക്ടറും കൂടെ വരാനുണ്ട്. ആ ക്യാരക്ടറിന്റെ പേര് ചിത്രഗുപ്തൻ എന്നാണ്. Dance like a peacock, like a peacock, dance like a peacock, like a peacock, dance like a peacock, like a peacock. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന മൃഗങ്ങളാണ്.
ഞാൻ ചിത്രഗുപ്തൻ പറക്കുന്ന മയിലാണ് എന്റെ പീലികൾക്ക് പഞ്ചവർണ്ണ മഴകാണ് എന്റെ ഡാൻസിന് ഇപ്പൊ നാട്ടിലൊക്കെ ഫാൻസ് ആണ് ഞാൻ പീലി വിരിച്ചാടിയാലോ കളറാണ് ഡാൻസ് ഓഹോ ഓഹോ യാ എന്തിനാ നിർത്തിയത് എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും അല്ലേ ഈ കോപ്പിറൈറ്റ് കാരണം എനിക്ക് പണ്ട് സ്കൂളിലും കോപ്പി അടിക്കാൻ പറ്റിയില്ല ഇപ്പോഴും പറ്റുന്നില്ല ഇതെന്ത് ഇങ്ങനെ നീരജ് ഐ ഹാവ് ടു ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ നീരജ് യു റൈറ്റ് നല്ലൊരു റൈറ്ററാണ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന ആളാണ് സോങ് റൈറ്റ് ചെയ്യാറുണ്ട് ഡാൻസറാണ് അതായത് ചെറുപ്പം മുതലേ യു ബിൻ ട്രെയിൻഡ് ആസ് ഭരതനാട്യം ഡാൻസർ ചെണ്ട പഠിക്കുന്നുണ്ട് യു ആർ എൻ ആക്ടർ യു ആർ ലൈക്ക് എൻ ഓൾ റൗണ്ടർ എനിക്കിപ്പോൾ ചോദിക്കാനുള്ള ക്വസ്റ്റൻ എന്താ വെച്ചാൽ ഈ ബുദ്ധിയും ഈ ടാലൻ്റ് ഒക്കെ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഹൗ ഡു യു ബാലൻസ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഈ തൊപ്പി എന്തിനാണ് വെച്ചിരിക്കുന്നത് ഈ ബുദ്ധിനെ പ്രൊട്ടക്ട് ചെയ്യാനാണോ ഈ തൊപ്പി വെച്ചിരിക്കുന്നത് Why you wearing that cap and how you balancing all this? Which one should I answer first? എനിക്ക് ഫസ്റ്റ് അറിയേണ്ടത് തലയ്ക്ക് എന്ത് പറ്റി എന്നാണ് തലയ്ക്കൊന്നും പറ്റിയിട്ടില്ല. എല്ലാ ഈ ഇടയായിട്ട് തൊപ്പിയില്ലാത്ത ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്യുന്നില്ല. വാട്ട് ഇസ് ഹാപ്പനിങ് വിത്ത് യുവർ ഹെയർ? എന്തോ മറച്ചു വെക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. Okay, so basically, I have a confession to make. I knew it. എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഒരു കുറ്റസമ്മതം നടത്താനുണ്ട്. അതായത് ഞാൻ എൻ്റെ മുടി സ്മൂത്തിന് ചെയ്തിരുന്നു. ഒരു പരിപാടിക്ക് വേണ്ടി ഒരു പടത്തിന് വേണ്ടി ചെയ്തതാണ്. ബട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ലോക്ക്ഡൗണിന് മുന്നേ ചെയ്തതാണ് കേട്ടോ. ലോക്ക്ഡൗണിന് മുന്നേ ചെയ്തതാണ്. ഞാനപ്പോൾ കുറേ നാൾ ഈ ലോക്ക്ഡൗൺ മാറിയിട്ട് ഇത് അതിൻ്റെ ഫസ്റ്റ് ലുക്കായിട്ട് റിവീൽ ചെയ്യാമെന്ന് വെച്ചിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൗൺ മാറാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ കാര്യമില്ല. അപ്പം യെസ് ആ മുഹൂർത്തം എൻ്റെ ഷോയിലൂടെ നടക്കുകയാണ്. കം ഓൺ റിവീൽ യുവർ ഹെയർ. പേളിൻ്റെ ഷോയിൽ ആദ്യമായിട്ട് എന്താണ് ഈ മുടിക്ക് സംഭവിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. അത്ര വലിയ സംഭവമൊന്നുമില്ല. ബട്ട് അപ്പാരൻ്റ്ലി ഐ ഹാവ് സ്ട്രെയിറ്റ് ഹെയർ നൗ. സോ ദിസ് ഈസ് വാട്ട് പഴയ ഹിന്ദി സിനിമയിലൊക്കെ ഹൃത്തിക് റോഷനൊക്കെ പഴയ സിനിമയിലൊക്കെ വരത്തില്ലേ ഇങ്ങനെ മുടി ഇങ്ങനെ സ്ട്രേറ്റ് ചെയ്ത് ഇങ്ങനെ വണ്ടി പോലെയൊക്കെ അതുപോലെ ഉണ്ടടാ. സീരിയസ്ലി പഴയ ഹൃത്തിക് റോഷൻ ഇപ്പോഴത്തെ അല്ല. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? ഐ ലൈക്ക് ദിസ്. ഇനി തൊപ്പിയുടെ ആവശ്യമില്ല. തൊപ്പി വേണ്ട, ഇതൊക്കെയാണ്. ഇനി വേണ്ട, ഇത് കൊള്ളാം. ഇത് ആക്ച്വലി കൊള്ളാട്ടോ. അടുത്തത് എന്റെ ക്വസ്റ്റ്യൻ അല്ല, ഒരു ഫാനിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് തിരിച്ചു വരും. Hi Neeraj sir, I'm a big fan of yours. Sir, എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, സാർ എന്തുകൊണ്ട് ഇത്രയും നാളെ നമുക്ക് സാർ ഇത്രയും നല്ല റാപ്പറായിട്ട് നമുക്ക് ഇതിനു മുമ്പൊന്നും സോങ്സ് ഒന്നും തന്നില്ല? സാറിന്റെ ഇതേപോലത്തെ നല്ല നല്ല സോങ്സ് ഒന്നും നമുക്ക് തന്നില്ല. അദ്ദേഹത്തിന്റെ പേരെന്താ പറഞ്ഞ പേരെന്തായിരുന്നു? സുട്ടു. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ സുട്ടു സാർ എന്നൊക്കെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ആവശ്യമില്ലാത്ത ബഹുമാനമായിട്ട് തോന്നി. അതിൻ്റെ ആവശ്യമില്ല, നീരജ് ബ്രോ എന്നൊക്കെ വിളിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് നല്ല റാപ്പറായിട്ട് എന്തുകൊണ്ട് മുന്നേ സോങ്സ് ഇറക്കിയില്ല. സുട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇത് ജസ്റ്റ് ഇപ്പം ഈ അടുത്ത് കണ്ടുപിടിച്ച ഒരു പുതിയ സ്കില്ലാണ് ഇത്. എനിക്കറിയില്ലായിരുന്നു എനിക്ക് റാപ്പ് എഴുതാൻ പറ്റുമെന്ന്. ഞാൻ ബാക്കിയുള്ളവർ എഴുതിയത് മുന്നേ പാടിയിട്ടുണ്ട്. പക്ഷേ റാപ്പ് കൾച്ചറിൽ യു ഡോണ്ട് ആക്ച്വലി സിങ് എ സോങ് ദാറ്റ് ഇസ് നോട്ട് റിട്ടൺ ബൈ യു. അങ്ങനെയാണ് എൻ്റെ ഒരു. ഇപ്പം ഞാൻ ആക്ച്വലി ആകെ ഇതിന് മുന്നേ ഒരു സോങ് ചെയ്തിട്ടുള്ള മലയാളി എന്ന് പറഞ്ഞ ആർ ജിയുടെ ഒരു പാട്ട്, ആർ ജിയുടെ ഒരു വേഴ്സ്. അത് ആ പാട്ടിൽ ഞാൻ അപ്പിയർ ചെയ്യുന്നതുകൊണ്ട് മാത്രം അതിനകത്ത് ലിപ്സിങ്ക് ചെയ്ത് അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫാസറ്റ് ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തിയത്. ഇനി ഡെഫിനറ്റ്ലി ജംഗിൾ സ്പീക്സ് വാസ് മൈ ഫസ്റ്റ് EP എന്ന് വെച്ചാൽ ഒരു ചെറിയ ആൽബം. ഇതിന് പിറകെ ഡെഫിനറ്റ്ലി ഞാൻ കുറച്ചധികം ട്രാക്കുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് സിംഗിൾ ഇസ് ഡ്രോപ്പിംഗ് പ്രോബ്ലി നെക്സ്റ്റ് വീക്ക് ആൻഡ് ഇറ്റ് ഇസ് ടൈറ്റിൽഡ് ആസ് പണിപ്പാളി. അതിൻ്റെ ബീറ്റ്സ് ചെയ്തിരിക്കുന്ന അർക്കേഡോ എന്ന് പറയുന്ന ഒരു യങ് ബീറ്റ് പ്രൊഡ്യൂസറാണ്. ആൻഡ് സ്പേസ് മാർലി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് അതിൻ്റെ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. സോ ദാൽ ബി കമ്മിങ് ഔട്ട് ഇൻ എ വീക്ക്. സോ അതായിരിക്കും എൻ്റെ ആദ്യത്തെ സിംഗിൾ. ആൻഡ് ഡെഫിനറ്റ്ലി ബാക്ക് ടു ബാക്ക് ഒന്ന് രണ്ട് എൻ്റെ അനിയൻ വീഡിയോ ചെയ്യുന്ന വേറെ ഒരു ട്രാക്കും കൂടെ പണിപ്പുരയിലാണ്. സോ ഇനി ഇറങ്ങും. ഇനി അങ്ങോട്ട് ചറ ട്രാക്കുകളായിരിക്കും. ട്രാക്സ് അങ്ങോട്ട് വരട്ടെ. കം ഓൺ, കീപ് ഇറ്റ് കമ്മിങ്. ഈ ഇടയ്ക്ക് ഞാൻ കണ്ട
എനിക്ക് നീരജ് പെർഫോം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഗൗതമൻ്റെ രഥം എന്ന സിനിമയാണ്. ബിക്കോസ് ഒരു കാർ വെച്ചിട്ട്, അതായത് കാർ ഇസ് ജസ്റ്റ് എ മെഷീൻ അല്ലേ, അതിന് ജീവനൊന്നുമില്ല, അത് വെച്ചിട്ട് ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമ നിങ്ങൾ ചെയ്തു. ആൻഡ് ഐ വുഡ് സേ വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ദാറ്റ് റിയലി സ്ട്രക്ക് മീ വാസ് നീരജിൻ്റെ അമ്മൂമ്മയുടെ ക്യാരക്ടറും നീരജും ഗൗതമൻ്റെ അമ്മൂമ്മയും ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ രാമേശ്വരത്ത് പോകുന്നു, അമ്മൂമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ ഗൗതമൻ നിറവേറ്റി കൊടുക്കുന്നു. സോ ഈ സീൻസൊക്കെ സത്യമായി ഞാൻ തിയേറ്ററിൽ വളരെ ഇമോഷണലായിട്ട് കുറച്ചൊക്കെ കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ടാണ് ഞാനിത് കണ്ടത്. സോ ഐ വോണ്ട് നോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ഗൗതമൻ്റെ രഥം ആൻഡ് ഓൾസോ ഗൗതമൻ്റെ രഥത്തിലെ ആ അമ്മൂമ്മയായിട്ടുള്ള ആ ക്യാരക്ടറായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഹൗ വാസ് ഇറ്റ് ഓൺ സെറ്റ്? ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ട് ആനന്ദ് മേനോൻ എന്ന് പറയുന്നതിൻ്റെ സംവിധായകൻ വരുമ്പം ഒരു വളരെ ചെറിയൊരു പയ്യനായിരുന്നു. അതായത് ചേട്ടാ എനിക്കൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര ആളുടെ ഒരു എൻതൂസിയാസം കണ്ടിട്ട് ഞാൻ കഥ കേൾക്കായിരുന്നത്. പക്ഷെ ആദ്യത്തെ ഒരു നരേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഐ ന്യൂ ദിസ് ഹാഡ്, എന്താ പറയുക, ഇതിൽ ലൈഫ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഏതൊരു ഒരു വീട്ടിൽ ഒരു വണ്ടി ഉണ്ടായിട്ടുള്ള, അതിപ്പോൾ കാറ് തന്നെ വേണമെന്നില്ല, വീട്ടിലൊരു സൈക്കിൾ ഉണ്ടായിട്ടുള്ള ആളെങ്കിൽ പോലും ആദ്യത്തെ വണ്ടി എന്ന് പറയുന്ന ഇമോഷൻ, ബേസിക്കലി പടം പറയുന്ന ഫസ്റ്റ് കാർ ഇമോഷനാണ്, ബട്ട് ഫസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ഇമോഷൻ എല്ലാവരും കടന്നു പോയിട്ടുള്ളൊരു ഇമോഷനാണ്. അതിനോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, മെറ്റീരിയൽ പൊസഷൻ ആണെങ്കിലും അതിനോട് തോന്നുന്ന ഒരു വൈകാരിക ബന്ധം. അപ്പോൾ ഇത് ഈ USP കേട്ടപ്പോൾ ഇത് പരിപാടി വർക്കാണെന്ന് എനിക്ക് അവിടെ തോന്നി. അങ്ങനെ ഞാൻ ബേസിലിൻ്റെ അടുത്തേക്ക് വിടുന്നത്, ബേസിൽ ജോസഫാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. ബേസിലാണ് പിന്നീട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വിഷ്ണു ശർമ്മ, ഞങ്ങളുടെ കുഞ്ഞിരാമായണം ടീമും ടെക്നിക്കൽ ടീം മൊത്തം ഓൺ ബോർഡ് വന്നു. ആൻഡ് ഒരുപാട് പേരുടെ, അതായത് വിഷ്ണു ശർമ്മ എന്ന് പറഞ്ഞ ക്യാമറമാൻ്റെ അടുത്ത് ആദ്യം കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ആ ലാസ്റ്റിലത്തെ മുത്തശ്ശിയുമായിട്ടുള്ള സീനുകളൊക്കെ വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി എന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്ത് എനിക്ക് കണക്റ്റായ വേറൊരു ഫാക്ടർ മുത്തശ്ശിയുടെ കഥാപാത്രമായിരുന്നു. എനിക്ക് ഇതുപോലൊരു മുത്തശ്ശിയുണ്ട്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ ഈ ഒരു കഥ പറച്ചിലിൻ്റെ എലമെൻറ്റ്, അതിൻ്റെ ഒരു ബേസ് ഇട്ട് തന്നത് ശരിക്കും മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ എന്താ പറയുക, ബെഡ് ടൈം സ്റ്റോറീസ് ആയിരുന്നു. മുത്തശ്ശിയുടെ ആയിരുന്നു ഞാൻ കുട്ടിയാകുമ്പോൾ ഉറങ്ങുക. അപ്പം മുത്തശ്ശിയുടെ ബെഡ് ടൈം സ്റ്റോറീസ് ആയിട്ടാണ് ഞാൻ മഹാഭാരതവും രാമായണമൊക്കെ കേട്ടിരിക്കുന്നത്. ഇതാര് ചെയ്യും ഈ ക്യാരക്ടർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പം ഇനീഷ്യലി ഒരു പുതിയ ആളെ ട്രൈ ചെയ്യാം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങൾക്ക് ആരെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓഡിഷൻ ചെയ്തവരും നമ്മൾ ഹാപ്പി ആയില്ല. രഞ്ജി സാറാണ് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞത്, രഞ്ജി പണിക്കർ സാറ്, എടാ ഇത് മലയാളികൾ അറിയുന്ന ഒരു മുത്തശ്ശി ആയിരിക്കണം, കാരണം അത് എന്നാലേ ഇത് അപ്പം ഞാനിങ്ങനെ, അപ്പം എനിക്ക് മനസ്സിൽ ഈ വളരെ പെർട്ടിക്കുലർലി ഓർമ്മയുള്ള ഒരു ലൈൻ, മുത്തശ്ശിയെ കാറ് കൊണ്ടുവരുമ്പോൾ പറയുന്ന ഗണപതിക്ക് മൂഷികവാഹനം എന്ന് പറയുന്ന പോലെ, പിന്നെ അയ്യപ്പന് പുലിവാഹനം എന്ന് പറയുന്ന പോലെ എൻ്റെ ഗൗതമൻ്റെ രഥം എന്നൊക്കെ പറയുന്ന ആ ഒരു വോയിസ് പെട്ടെന്ന് വത്സലാമ്മയുടെ ആ വോയിസ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. ബിക്കോസ് ഒരു ഭയങ്കര യുണീക്ക് വോയിസാണ്. ആൻഡ് ഞാൻ ആനന്ദ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആനന്ദ് പോയി കണ്ട ഉടനെ പറഞ്ഞു, ചേട്ടാ നമ്മുടെ മുത്തശ്ശിയെ കിട്ടി, ഇത് തന്നെയാണ് നമ്മുടെ മുത്തശ്ശി. സോ ആക്ച്വലി ഞങ്ങളെല്ലാവരും സെറ്റിൽ മുത്തശ്ശി തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. And she is so lovable. The kind of response I'm getting, ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്കാർ വലിയ വലിയ എഴുത്തുക്കളൊക്കെ എഴുതി കണ്ണ് നിറഞ്ഞ് അവരുടെ വണ്ടിയും ആ വണ്ടീനെ പറ്റിയിട്ടുള്ള ചരിത്രമൊക്കെ പറഞ്ഞ് എഴുതി അയച്ചു തരുമ്പോൾ അതൊക്കെ തന്നെയാണല്ലോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അക്നോളജ്മെൻറ്റ്. ദാറ്റ്സ് വെരി ട്രൂ. അത് തന്നെയാണ്, ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ബിക്കോസ് ഒരു സിനിമ നമ്മൾ ചെയ്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമ ആയ സ്ഥിതിക്ക് അത് എവിടെ കണ്ടാലും ആൾക്കാർ അത് കണക്ട് ചെയ്യും. ഐ തിങ്ക് TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഇറ്റ്സ് എ സ്റ്റോറി ബേസ്ഡ് മൂവി ആൻഡ് ഇറ്റ്സ് എ ഇമോഷൻ ബേസ്ഡ് മൂവി. അതിപ്പം എവിടെ കണ്ടാലും നമ്മൾ കണക്ട് ചെയ്യും. ആൻഡ് ആരെങ്കിലും ഇതുവരെ കാണാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ വാച്ച് ദിസ് മൂവി. അതെ. ഓക്കെ നീരജ്, എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എല്ലാവർക്കും പല പല ടാലൻസ് ഉണ്ടാവും. വാട്ട് ഈസ് ദ മോസ്റ്റ് യൂസ്ലെസ് ടാലന്റ് ദാറ്റ് യു ഹാവ്? ഉപയോഗമില്ലാത്ത കാര്യം അല്ലേ? എനിക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ടാലന്റ് ഒന്നല്ല കേട്ടോ, യൂസ്ലെസ് ടാലന്റ്. അതായത് ചില ആൾക്കാർ പറയും എനിക്കൊരു ഭയങ്കര ടാലന്റ് ഉണ്ട്, അതായത് ഞാൻ ഈ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കുരു വായിൽ വരുമല്ലോ, അത് കുരു ചവച്ച് മുമ്പിലിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ എയിം ചെയ്ത് തുപ്പി ഇടാൻ പറ്റുക, അതൊരു ടാലന്റ് ആയിട്ട് അവർ പറയും. പക്ഷെ ഒരു യൂസും ഇല്ല ആ ടാലന്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അങ്ങനത്തെ എന്തെങ്കിലും ടാലന്റ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദിസ് ഈസ് എ യൂസ്ലെസ് ക്വസ്റ്റ്യൻ ഓൾസോ. ഇങ്ങനത്തെ ആയിരുന്നോ? ഇങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. ഞാൻ ഒരു ടാലന്റ് കാണിച്ചു തരാം, ഒരു ഉപകാരമില്ല. മൂക്ക് പോയിക്കോളെ. പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല.
ഇറ്റ്സ് യുവർ ടാലന്റ്. മൂക്ക് ഇങ്ങനെ വിരിക്കുക എന്നുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് വേറെ പല യൂസ്ലെസ് ടാലൻസ് ഉണ്ട്. എന്തായാലും എന്റെ സബ്സ്ക്രൈബേഴ്സോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ ടാലൻസ് ഇനി കാണണമെങ്കിൽ ഇപ്പൊ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഈ മൂക്ക് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫാമിലി മാനിനെ കുറിച്ചാണ്. ഓക്കെ, നൗ യു ആർ മാരിഡ് ആൻഡ് യു ആർ എ ഫാമിലി മാൻ. അപ്പൊ എനിക്ക് ചോദിക്കുകയാണ്, നീരജ് മാധവ് ഫാമിലി മാൻ എന്ന വെബ് സീരീസ് ചെയ്യുന്നു എന്ന് ഞാൻ അറിയാം. അദ്ദേഹം ബോളിവുഡിൽ ചെയ്യുന്നു എന്നറിയുമ്പോൾ ഞാൻ ആലോചിച്ചു നീരജ് എങ്ങനെ അവിടെ പോയി സെറ്റ് ആവും, ബിക്കോസ് നീരജിന്റെ ഹിന്ദി എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ആ വെബ് സീരീസ് റിലീസായി ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മനോജ് ബാജ്പായുടെ ആ ക്യാരക്ടറായിട്ട് ഒപ്പത്തൊപ്പം എന്താ പറയുക നെക്ക് ടു നെക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നീരജ് ചെയ്തത്. യു ഡിഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. മൂസ എന്ന ക്യാരക്ടർ യു ഡൺ സോ വെൽ. സോ ടെൽ മീ യുവർ എക്സ്പീരിയൻസ്, ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് ഇൻ ബോളിവുഡ്? അങ്ങനത്തെ ഒരു വേറെ തന്നെ ഒരു സ്പേസ് ആണല്ലോ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഓക്കെ, സോ ഫാമിലി മാൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ടു മീ. അതായത് നമുക്ക് പേഴ്സണൽ കരിയറിലാണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറയില്ല. അതിൽ നമ്മൾ കണക്കാക്കുന്ന ഗ്രോത്തും കമേഴ്ഷ്യലി ആൾക്കാർ കാണുന്ന ഗ്രോത്തും രണ്ടായിരിക്കാം. പക്ഷേ ആസ് എൻ ആക്ടർ എനിക്ക് എന്നിൽ തന്നെ എന്താ പറയുക, നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന സ്റ്റേജസ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ കയ്യിൽ നിൽക്കുമോ എന്നൊക്കെ പറയുന്നത് നമ്മൾ അത് പുഷ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് വരും. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് ഇതുവരെ മലയാളത്തിൽ ഇതിനോട് നോട്ട് ഈവൻ ക്ലോസ് ടു സംതിങ് ലൈക്ക് ദിസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് വൈ വുഡ് ദീസ് പീപ്പിൾ, രാജൻ ഡി കെ എന്ന് പറയുന്ന ഈ രണ്ട് ഇരട്ട സംവിധായകർ, അവർ എന്നെ എങ്ങനെ ഇതിന് സെലക്ട് ചെയ്തതെന്ന് ഞാൻ ഭയങ്കര എന്താ പറയുക അതിശയത്തോടു കൂടി ആലോചിച്ചിട്ടുണ്ട്. പിന്നെ മനോജ് ബാജ്പേയി, ആ മനുഷ്യൻ്റെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ ആമസോൺ പ്രൈം ആ സമയത്ത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി. എനിക്ക് തോന്നുന്നു സീക്രട്ട് ഗെയിംസ് സീസൺ 1 ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഐ ഹാഡ് എന്താ പറയുക ഒരു ഹഞ്ച് ഫീലിംഗ്, ഇത് അടുത്തൊരു ബിഗ് തിങ് ആവാൻ പോവുകയാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. ആൻഡ് ഞാൻ പോയി പരിപാടിയിൽ കയറി. ഇതിൻ്റെ ഫിൽമിങ് ഒരു 8 മാസം എടുത്തു. ഞാൻ ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നു. അത് എളുപ്പമുള്ളൊരു കാലഘട്ടമായിരുന്നില്ല. എന്തായാലും നീരജ്, ഐ തിങ്ക് യു ഹാവ് ഡൺ എ ബ്രില്യൻ ജോബ്. ബിക്കോസ് ഈ ഒരു വെബ് സീരീസ് ഇറങ്ങുന്ന സമയത്ത് ഐ റിമെമ്പർ യു ഷെയറിംഗ് ദ പോസ്റ്റർ വിത്ത് മീ. അപ്പോൾ ഈ പോസ്റ്റർ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് ആ ഒരു ടൈമിൽ ഞാനും ആമസോൺ പ്രൈമിൽ ഐ യൂസ് ടു വാച്ച് സീക്രട്ട് ഗെയിംസ് ഒക്കെ ഞാനും കാണുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ലൈക്ക് ആമസോൺ പ്രൈമിൽ ഒരു വെബ് സീരീസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മെഗ്നാനിമിറ്റി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. മാത്രമല്ല ആ സമയത്ത് പ്രിയാജി എനിക്കിതിന് സെയിം സാധനം, ഷീ ഓൾസോ ഷെയർഡ് ഇറ്റ് വിത്ത് മീ. യു ഹാഡ് കോൾ മീ ഫോർ ദ പ്രീമിയർ അല്ലേ? അപ്പോൾ ആ സമയത്ത് ഐ വാസ് ഇൻ ബോംബെ ഷൂട്ടിംഗ് ഫോർ ലൂഡോ. സോ എനിക്ക് അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ വെൻ ഇറ്റ് റിലീസ്ഡ് ഓൺലൈൻ, ഞാൻ ഇങ്ങനെ ഡെയിലി പ്രിയാജീനെ വിളിച്ച് ചോദിക്കും, ഡിഡ് ദ എപ്പിസോഡ് കം ഔട്ട്, എപ്പിസോഡ് വന്നോ, ഫസ്റ്റ് സീസൺ വന്നോ ചോദിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ പ്രിയാജി സെഡ് വെൻ ഇറ്റ് കെയിം ഔട്ട് ഷീ ഓൺലി ടോൾഡ് മീ റിലീസായി. ആൻഡ് ഐ വാച്ച് ദ ഹോൾ തിങ്, ബിഞ്ച് വാച്ച് ദ ഹോൾ തിങ്. I would say Neeraj, I did not see Neeraj Madhav in that web series. Throughout ഞാൻ മൂസേനെയാണ് കണ്ടത്. യു ഹാൻഡിൽ ഹിന്ദി സോ വെൽ. എങ്ങനെ ഹിന്ദി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്നത്? ഞാൻ +2 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ. പക്ഷേ നമ്മുടെ സ്കൂളിലെ ഹിന്ദി അറിയാമല്ലോ, മറ്റേ ഏക്ക് ചിടിയാത്തി അത്ര എനിക്ക് അറിയാമായിരുന്നുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി അത്ര വശം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ ഈ പറയുന്ന പോലെ ഭാഷയോടുള്ളൊരു താല്പര്യം കൊണ്ട് അധികം സമയം എടുത്തില്ല. കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ. സത്യം പറഞ്ഞാൽ നീരജിന്റെ ഹിന്ദി ആയിട്ട് ഞാനും ഞെട്ടിമാമ. പിന്നെ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏകദേശം ഒരു ഫാമിലി മാൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ CID മൂസയും ഫാമിലി മാനിലെ മൂസയും മീറ്റ് ചെയ്താ അവരെന്തായിരിക്കും സംസാരിക്കുക? പേളിക്ക് മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. താങ്ക് യു. വേറെ എന്റെ ദൈവമേ, CID മൂസയും അല്ല, ഫാമിലി മാനിലെ മൂസയും CID മൂസയും ഒരുമിച്ചാൽ അവരെന്തായിരിക്കും സംസാരിക്കുക? CID മൂസ അല്ല, CID മൂസ ഉറപ്പായിട്ടും ഞങ്ങൾ ശത്രുക്കളാണല്ലോ. കാരണം പുള്ളി തീവ്രവാദികളെയാണല്ലോ പുള്ളിയും വേട്ടയാടിക്കൊണ്ടിരുന്നത്. രണ്ട് മൂസമാരുടെ അകത്തും ഒരു നല്ല മനസ്സുണ്ട്. ചിലപ്പം നമ്മുടെ ഫാമിലി മാനിലെ മൂസേനെ കണ്ടാൽ ചിലപ്പോൾ CID മൂസ പറയും, എടാ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞെന്നിരിക്കും.
ആക്ച്വലി നല്ലൊരു പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. അതൊരു ഒരു എന്താ നമ്മൾ പറയാ, പുതിയൊരു സ്പിൻ ഓഫിനുള്ളൊരു സാധ്യത അതിനകത്തുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഐ വോണ്ട് യു ടു സിംഗ് എ സോങ്. അതായത് ജംഗിൾ സ്പീക്സ് എന്നുള്ളൊരു സോങ് ആണ്. എന്താണ് ടേക്ക് എ ബൗ ആൻഡ് നീൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സോങ് ഇല്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ആ പാട്ട് എനിക്കൊന്ന് പാടിത്തരും. വെറുതെ മതിയോ വിത്ത് ബീറ്റ് വേണോ? വെറുതെ മതി, ആ കൈ വെച്ചിട്ട് തട്ടിക്കോളൂ വേണമെങ്കിൽ. കൈ വെച്ചിട്ട് തട്ടത് നാടൻ പാട്ടല്ല. അയ്യോ. സോ ബേസിക്കലി സ്റ്റാർട്ട്സ് വിത്ത് നാട്ടിലെ വീതിയിൽ കാട്ടിലെ രീതികൾ മാറുന്ന നീതികൾ പുതിയ കാഴ്ചകൾ മനുഷ്യ ചെയ്തികൾ മാറാത്ത ഭീതികൾ അഭയം തേട്ട് നീ കഥക്ക് മുട്ടി ലെറ്റ് ദ നേച്ചർ ഹീൽ ജസ്റ്റ് ബോ യുവർ ഹെഡ് ആൻഡ് നീൽ നീ തല കുനിച്ചു നിൽക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്ക്. അതാണ് എല്ലാ ട്രാക്കിൻ്റെയും ഓപ്പണിങ്. സൂപ്പർ പാട്ട്, സൂപ്പർ പാട്ട്. താങ്ക് യു സോ മച്ച് നീരജ്. ദർ വൺ മോർ ട്രാക്ക്. എൻ്റെ ആദ്യത്തെ സിംഗിൾ എന്ന് പറയാവുന്ന ഒരു ട്രാക്കും കൂടി ഉണ്ട്. അത് അടുത്ത ആഴ്ചയോ ഒക്കെ ആയിരിക്കും, അറിയില്ല. അർക്കേഡോ എന്ന് പറയുന്ന ഒരു ബീറ്റ് പ്രൊഡ്യൂസറാണ്. ഓൾ യങ്സ്റ്റേഴ്സ് ഇവരൊക്കെ പൊളിയാണ്. അർക്കേഡോ ആണ് ഇതിൻ്റെ ബീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് സ്പേസ് മാർലി എന്ന് പറയുന്ന ഡിജിറ്റൽ ആർട്ടിസ്റ്റാണ്. സ്പേസ് മാർലി തന്നെയാണ് EOC എന്നുള്ള പേരിൽ ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓൾ ദീസ് പീപ്പിൾ ആർ an upcoming generation of എന്താ പറയുക ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ്. ഇവരെയൊക്കെ അടിപൊളിയാണ്. അയ്യോ പണിപാളിലോ രടിരരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. 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 This is dope stuff. സാധനങ്ങളൊക്കെ This is dope. more dope shit is on the way. Dope stuff is on the way. Not dope shit. ശരിക്കും ഞാൻ 15 മിനിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് താങ്കളെ വിളിച്ചത്. ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് 1 hour കൂടുതലായി. കണ്ടോ, മതി മറന്ന പോലെ കണ്ടോ. ഇതിപ്പോ ഒരു ഇതാണ് മതി മതി എന്ന് പറയാൻ മറന്നുപോയി. അതാണ് മതി മറ. ബട്ട് സീരിയസ്ലി നല്ല എക്സ്ചേഞ്ച് ഓഫ് പോസിറ്റീവ് വൈബ്സ് ആയിരുന്നു. പൊളി. അപ്പൊ താങ്ക് യു സോ മച്ച് നീരജ്. All the best for all your singles and the EP, and keep making music for all of us. Thank you Pearly. അപ്പൊ എന്നാൽ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ് ഓഫ് ലോക്ക്ഡൌൺ ടോക്സ് വിത്ത് നീരജ് മാധവ്. ഇനി ഒരു അടിപൊളി ഗസ്റ്റ് ആയിട്ട് ഞാൻ തിരിച്ചു വരും. Till then, it's bye from Pearl. Dance like a peacock, like a peacock. 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 ഞാൻ ചിത്രഗുപ്തൻ പറക്കുന്ന മയിലാണ്. എന്റെ പീലികൾക്ക് പഞ്ചവർണ്ണ മഴകാണ്. എന്റെ ഡാൻസിന് ഇപ്പൊ നാട്ടിലൊക്കെ ഫാൻസ് ആണ്. ഞാൻ പീലി വിരിച്ചാടിയാലോ കളറാണ്. ഡാൻസ് ലൈക്ക് എ പീകോക്ക്, ലൈക്ക് എ പീകോക്ക്.